എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിന്റെ കൂടെ തന്നെ തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് അളവിൽ അവലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതുപോലെ വെള്ള അവലാണ്. ബ്രൗൺ കളറുള്ള അവൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അരക്കപ്പ് അളവിൽ അവൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അവലിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയിട്ടെടുക്കാം. കഴുകിയ ഒരു വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇനി ഈ ഒരു അവലിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല കട്ട തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അവലൊന്നൊരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ വറുക്കാത്ത റവയാണ്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവ് റവയും കൂടെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് ആ ഒരു റവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു അവല് റവയൊന്ന് കുതിരാൻ എടുക്കുന്ന ഒരു സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയും കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നമ്മൾ ഏത് ഓയിലാണ് കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഓയിൽ എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടിപ്പോവരുത് കേട്ടോ. കൂടിപ്പോയാൽ ചെറിയൊരു കയ്പുണ്ടാവും. 1 ടേബിൾ സ്പൂണ് നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിയാണ്. മുഴുവനായിട്ടുള്ള മല്ലി 1 ടീസ്പൂണോളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 6 വറ്റൽമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ അല്ലി ആയതുകൊണ്ട് നമുക്കൊരു 3 എണ്ണം മതി. ചെറുതാണെങ്കിൽ നമുക്കൊരു 6 അല്ലി വെളുത്തുള്ളി വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു സവാള നമുക്ക് അത്യാവശ്യം ഒന്ന് വാടിക്കിട്ടണം. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നല്ല പഴുത്ത ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ചട്നിക്ക് ആവശ്യമായിട്ടുള്ള പുളിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം വാളംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റോളം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു തക്കാളി ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വാടിക്കിട്ടണം. അപ്പോൾ ഈ ഒരു തക്കാളി നമുക്ക് അത്യാവശ്യം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചട്നിക്ക് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വീണ്ടും ഒന്ന് അരച്ചിട്ടെടുക്കുകയാണ്. ഇത്രയും കട്ടി വേണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഉപ്പും പുളിയും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു ചട്നിയിലേക്ക് നമുക്ക് ഒരു എണ്ണയൊന്ന് താളിച്ചൊഴിച്ചാൽ മതി. ഞാൻ ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും 1 നുള്ളു ഉഴുന്നും 1 നുള്ളു പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് കീറിയിട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ഒരു അവലും റവയും നല്ലപോലെ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്.
നല്ലപോലെ തന്നെ കുതിർത്തിയെടുത്ത ഈ ഒരു റവ നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുതിർത്തിയെടുത്ത ഒരു അവലിൻ്റെയും തൈരിൻ്റെയും മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വീണ്ടും ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഇതങ്ങ് കട്ടിയായിട്ട് നമ്മൾ അരക്കരുത്. അത്യാവശ്യം ചെറിയൊരു കട്ടി ഉണ്ടായിരിക്കണം, പക്ഷെ ഒരുപാടങ്ങ് ലൂസായിട്ടും പോകാൻ പാടില്ല. അപ്പോൾ ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നമ്മളൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവിൻ്റെ പരുവം നോക്കിയിട്ട് ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടി ഉണ്ടാകാൻ പാടില്ല, പക്ഷെ ഒരുപാട് ലൂസും ആയി പോകരുത്. നല്ലപോലെ തന്നെ അരച്ചെടുത്ത ഈ ഒരു മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയല്ല കേട്ടോ, ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ബേക്കിംഗ് പൗഡറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്ന കാണാം. നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. ഈ ഒരു പാൻ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1-1.25 തവിയോളം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ നമ്മൾ പതിയെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് ചെറിയ ചെറിയ ഹോൾസ് ഇതുപോലെ വരാൻ തുടങ്ങും. മുകൾ ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ ചെറുതായിട്ടൊന്ന് മൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ തവണ ഒരു 1-1.25 തവിയോളം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു മാവ് മുഴുവനും നമുക്കൊന്ന് ചുട്ടിട്ടെടുക്കാം. പച്ചരിയൊന്നും കുതിർക്കാതെ അരിപ്പൊടിയോ ഉഴുന്നോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ ദോശയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതും. ഈ ഒരു ചട്നി കൂട്ടി ഇത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്കിതിലേക്ക് നോൺ വെജ് കറിയോ എന്തെങ്കിലും വെജിറ്റബിൾ കറി വേണമെങ്കിൽ അത് വേണമെങ്കിലും ഉണ്ടാക്കാനാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.